അച്ഛാ, എനിക്ക് ശമ്പളം കിട്ടി. എന്താ ഇത്? ഇന്ന് ശമ്പളം കിട്ടിയ ദിവസമല്ലേ? ഉണ്ണിക്ക് കുടുംബത്തിനോട് സ്നേഹം ഉണ്ടെന്ന് ചേച്ചിക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. അച്ഛൻ എന്നോടുള്ള പിണക്കം ഇതുവരെ തീർന്നില്ലാന്ന് തോന്നുന്നു. ആ, ഇത് ചേച്ചി, ഇത് ഭാഗ്യത്തിന്, അലയനും മഫ്ലർ. ആദ്യത്തെ ശമ്പളമായതുകൊണ്ടാണ് ഞാൻ ആഘോഷിച്ചത്. അടുത്ത ശമ്പളം മുട്ടായിൽ ഒതുക്കും. ചെലവൊക്കെ ഇനി കൂടാൻ പോവല്ലേ. ഇതൊക്കെയാണോ വലിയ ചെലവ്? അല്ല, എനിക്ക് മഫ്ലർ മാത്രമേ ഉള്ളൂ, വേറെ നാണമില്ലല്ലോ ഇങ്ങനെ പറയാൻ. എത്ര നാളായിട്ട് ശമ്പളം വാങ്ങിക്കുന്നു? ഇതുവരെ എന്തെങ്കിലും എന്നെ ഉണ്ണിയായിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? പിന്നെ ഞാനല്ലേ അവനെ ആദ്യം വിസിൽ വാങ്ങിച്ചു കൊടുത്തു. അതിലൂടെ ഊതിയിട്ടല്ലേ വലിയ പേര് കേട്ട റഫറി ആയത്. അച്ഛന്റെ പിണക്കം മാറ്റാനുള്ള ഡ്യൂട്ടിക്ക് കുറച്ച് കഴിഞ്ഞ് പോയാലും മതി. അച്ഛന്റെ പിണക്കം നമുക്ക് ഒരുമിച്ച് മാറ്റാം. ഭാഗ്യം, 2 ഗ്ലാസ് എടുത്ത് അച്ഛന് പിണക്കം. അച്ഛനോട് പിണക്കമാണെന്നറിയാം, എന്നാലും ഒരു മകന്റെ ധർമ്മം എങ്ങനെ കാണിക്കണമെന്ന് എനിക്കറിയാം. സ്നേഹം എന്ന് പറയുന്നത് ഒരു തുള്ളി മദ്യം പോലെ അല്ലേ അച്ഛാ? മദ്യത്തിന് മുമ്പിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഉള്ള വ്യത്യാസമില്ല. അതെ അതെ. അതുപോലെ പ്രേമത്തിന്റെ മുമ്പിലും പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഉള്ള വ്യത്യാസം ഇല്ല. സമ്പൂർണ്ണ സോഷ്യലിസം, അതാണ് നമ്മുടെ മുദ്രാവാക്യം. അളിയെ കൊണ്ട് പിടിച്ചേ, ഒഴുക്കി. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടെന്ന്, എനിക്ക് വേണ്ട. അച്ഛന് വെള്ളം വേണ്ടെന്നാണ് പറഞ്ഞത്. ഒഴിച്ചു കൊടുക്കും. അത് പറയണ്ടേ? അച്ഛനെ കൊണ്ട് പിടിച്ചേ. കുടിക്കാൻ അച്ഛന്റെ പണക്കം മാറി, അച്ഛന്റെ പണക്കം മാറി. ഇനി നിന്റെ ആവശ്യമില്ല, നീ പോ. ഇനി നീ പോയി പ്രേമിക്കേ, എന്ത് വേണമെങ്കിലും. നീ എല്ലാവർക്കും ഓരോ സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അവക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തോ? ആർക്ക്? പോടാ, ആ കുട്ടിക്ക്. ബോബി, ഇലക്ട്രീഷ്യന്മാരെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? ഇന്നലെ എന്തിനാ പണം തിരിച്ചെന്ന് എനിക്ക് പിണക്കായി കേട്ടോ. പരസ്പരം അറിയുന്ന സ്ഥിതിക്ക് ഡെവിളിന്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കണ്ടേ? അത് ശരിയാ. ആദ്യത്തെ ശമ്പളമായതുകൊണ്ട് ഞാൻ വീട്ടിലെല്ലാവർക്കും ഓരോ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തു. സത്യത്തിൽ ചേച്ചി പറഞ്ഞപ്പോഴാ ഓർത്തത്, ഞാൻ ബോബിക്കൊന്നും വാങ്ങിയില്ലല്ലോ എന്ന്. ഇഷ്ടപ്പെട്ട ഒരെണ്ണം വാങ്ങി. ചേരുമെന്നറിയില്ല. പിന്നെ എനിക്ക് വേണ്ടി പണം ചെലവാക്കിയല്ലേ? ഇതൊക്കെ ഒരു സന്തോഷല്ലേ? എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എന്താ? ഒന്നുമില്ല. ഞാൻ പറയട്ടെ, ഈ ഡ്രസ് ഇട്ട് ഡെവിൾ എന്നെ ഒന്ന് കാണണം, അതല്ലേ ആഗ്രഹം? അതെ. അതെങ്ങനെ അറിഞ്ഞു? ഡെവിളിന്റെ മനസ്സ് എനിക്കറിഞ്ഞൂടെ? അതാണ് ബോബി. 1 മിനിറ്റ്.